നൂറനാട് എടപ്പോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലേക്കുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചാണ്. BJP നേതാവ് KK അനൂപിന്റെ പാദപൂജ ചെയ്തു എന്ന സംഭവത്തിലാണിപ്പോൾ ഈ പ്രതിഷേധം അവിടെ നടക്കുന്നത്. ഈ വിഷയത്തിൽ ഇടത് യുവജന സംഘടനകൾ ശക്തമായ പ്രതിഷേധം തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. ദേവൻ ചേരുന്നു. ദേവൻ, എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ലക്ഷ്മി, പാദപൂജ വിഭാഗത്തിൽ BJP നേതാവ് KK അനൂപിന്റെ പാദപൂജ സംഭവത്തിലാണ് എടപ്പോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലേക്ക് DYFI ഇപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. 100-ലധികം വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ സ്കൂളിന് മുന്നിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡ് വെച്ച് ഈ പ്രതിഷേധത്തെ തടയാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ബാരിക്കേഡ് പൂർണ്ണമായും എടുത്തുയർത്തി സ്കൂളിന് മുന്നിലേക്ക് കയറാൻ തന്നെയാണ് DYFIക്കാരുടെ തീരുമാനം. അതിനായി ഈ പ്രതിഷേധക്കാർ ഈ ബാരിക്കേഡ് എടുത്തുയർത്തിക്കൊണ്ട് അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പോലീസ് ശക്തമായ രീതിയിൽ ഈ ബാരിക്കേഡ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ DYFIയുടെ പ്രതിഷേധത്തെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 100-ലധികം വരുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ BJP നേതാവ് നൂറനാട് പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള KK അനൂപിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ഒരു ആവശ്യമാണ് പ്രധാനമായും ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്കൂളിന് ഏകദേശം 200 മീറ്ററിന് മുൻപായി തന്നെ ഈ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധത്തെ തടഞ്ഞു നിർത്താനുള്ള ഒരു ശ്രമമാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഈ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴും തീരുമാനം. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിൽ തടിച്ചുകൂടി നിന്നുകൊണ്ട് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിഷേധക്കാർ. ഇപ്പോൾ DYFI ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജെയിംസ് സാമുവൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. പ്രതിഷേധം അതിശക്തമായി ഏറ്റെടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് സവർണാധിപത്യവും മനുസ്മൃതിയും പുനഃസ്ഥാപിക്കാനുള്ള BJPയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ടയ്ക്കെതിരായി കേരളത്തിലെ മതനിരപേക്ഷ മനസ്സ് ഒറ്റക്കെട്ടായി പ്രതികരിക്കും. ആ മതനിരപേക്ഷ മനസ്സിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. സംഘപരിവാറും RSSും കേരളത്തിൻ്റെ മേഖലയിൽ വളർന്നു വരാൻ വിദ്യാഭ്യാസ മേഖലയെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കേരളം തള്ളിക്കളഞ്ഞ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. അതിനെതിരായി അതിശക്തമായ പ്രക്ഷോഭം ആലപ്പുഴ ജില്ലയിൽ DYFI ഉയർത്തും.
അത് തന്നെയാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് DYFI അടക്കമുള്ള ഇടത് യുവജന സംഘടനകളുടെ തീരുമാനം. അല്പസമയം മുമ്പ് ഈ സമാനമായ സംഭവം നടന്ന മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലേക്കും പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ AAFന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം ഇത്തരത്തിൽ പോലീസ് ബാരിക്കേഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തടയുന്ന കാഴ്ചയുണ്ടായി. അവിടെയും ഇപ്പോഴും യുവജന സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. AAFന്റെയും DYFയുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധം മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലും തുടരുകയാണ്. അതേസമയം തന്നെയാണ് ഇപ്പോൾ നൂറനാട് എടപ്പോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലേക്കും DYFയുടെ പ്രതിഷേധം നടക്കുന്നത്. ഈ പാദപൂജ വിവാദത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടത് യുവജന സംഘടനകളുടെ തീരുമാനം. പ്രത്യേകിച്ചും ഈ നൂറനാട് സ്കൂളിൽ അധ്യാപകർക്ക് പുറമെ ഒരു അനധ്യാപകനായ നൂറനാട് പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള BJPയുടെ ജില്ലാ സെക്രട്ടറി KK അനൂപിന്റെ പാദപൂജ ചെയ്ത സംഭവത്തിലാണ് പ്രതിഷേധം ഇത്രയും രൂക്ഷമാകാൻ കാരണമായിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള കാര്യങ്ങൾ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങൾ വിദ്യാർത്ഥികളെ കൊണ്ട് കാലുകടിക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ കേരളത്തെ പിന്നോട്ടടിക്കുന്ന സമീപനമാണ് ഉണ്ടായിരിക്കുന്നതും അതിനുവേണ്ടി ശ്രമിക്കുന്ന RSS ശ്രമിക്കുന്ന നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നൂർനാട് എടപ്പോൺ സ്കൂളിലാണ് ഇപ്പോൾ പ്രതിഷേധം DYFയുടെ നേതൃത്വത്തിൽ കാൽ കഴുകൽ പൂജാ വിവാദത്തിൽ.